ദൈവം നമുക്ക് വേണ്ടി ദാഹിക്കുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. രണ്ട് ദാഹങ്ങളും കൂട്ടിമുട്ടുന്ന സമാഗമമാണ് പ്രാർത്ഥന. അപ്പോൾ ശരിക്കും പേഴ്സണൽ പ്രെയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ, കൂദാശ ജീവിതം, കുമ്പസാരവും പരിശുദ്ധ കുർബാനയും. രണ്ടാമത്തെ, ദൈവവചനം വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ഏർജൻറ്റ്, ഇറ്റ് ഈസ് വെരി 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 എസെൻഷ്യൽ, അത്യാവശ്യമാണ്. ഒരു ദിവസം ഒരു പരിശുദ്ധ കുർബാന, അരമണിക്കൂർ ദൈവവചനം വായിക്കൽ, അരമണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രെയർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏർജൻറ്റ് ആൻഡ് അത്രയ്ക്ക് അത്യാവശ്യമാണ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അത്യാവശ്യ കാര്യത്തിന് സമയം കണ്ടുപിടിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ റോങ് ബോധ്യം കെടുക്കുകയാണ്, തെറ്റായിട്ടുള്ളൊരു ബോധ്യം കെടുക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്, ഏർജൻറ്റ്, അപ്പോൾ ആത്മീയ കാര്യങ്ങൾ മാറ്റിവെക്കുകയെന്ന്. അത് ശരിയല്ല. ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. നമുക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, മനസ്സ് മാത്രമല്ല, നമുക്ക് ആത്മാവുണ്ട്, സോൾ, ഹ്യൂമൻ സോൾ, ഹൃദയമുണ്ട്, മനുഷ്യ ചേതനയുണ്ട്, മനുഷ്യ അരൂപി, ഹ്യൂമൻ സ്പിരിറ്റ്. ദൈവവചനം പറയുന്നുണ്ട്, മനുഷ്യ ചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്. കർത്താവ് കൊളുത്തിയ വിളക്കാണ് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ്. ആ ഹ്യൂമൻ സ്പിരിറ്റിൽ ഹോളി സ്പിരിറ്റ് വന്ന് നിറയുന്നു. ദൈവം വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും നമ്മുടെ ചുറ്റിലൊക്കെ ദൈവം നിറഞ്ഞ് വസിക്കട്ടെ. അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഈശോയുടെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടമാണിത്.